ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സ് 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, എങ്ങനെ നമുക്കത് ആൻസർ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നെയിം ദ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ formed if any by the following points and key reasons for your answer. നമുക്ക് താഴെ തന്നിട്ടുള്ള ഈ 4 പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് ഏത് ടൈപ്പ് ക്വാഡ്രിലാറ്ററൽ ആണ്, അഥവാ റെക്ടാംഗിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് നോക്കിയിട്ട് ഇതിൽ ഏതാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഈ 4 ഏതാന്നുള്ളതാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. -1, -2, 1, 0, -1, 2, -3, 0. ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു, ABCD, അതിന് പേരുകൾ കൊടുത്തു. ഇനി നമുക്ക് 4 സൈഡിൻ്റെ ലെങ്ത് കാണണം. ആദ്യം ഞാൻ AB എടുത്തു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ x1 - x2 the whole square plus y1 - y2 the whole square. നോക്കിയേ, എന്താ നോക്കാം. ഞാൻ ഇവിടെ ഇതിനെ x1 - x1 ആക്കിയിട്ട് എടുത്തു. അപ്പോൾ 1 ശ്രദ്ധിക്കണം മക്കളെ, 1 ഈ ഇക്വേഷനിലുള്ള മൈനസ് കൊടുത്തു, പിന്നെ ഇവിടെ മൈനസ് ആണ്, അപ്പം -1 the whole square. Then 0 -2 the whole square. 2 നെഗറ്റീവ് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. സോ 1 + 1 2, ഇവിടെയും പ്ലസ് ആവും. 0 + 2 2, 2ൻ്റെ സ്ക്വയർ 4, 2ൻ്റെ സ്ക്വയർ 4. എത്ര 4 ഉണ്ട്? 2 4 ഉണ്ട്. സോ 4 × 2. ഈ 4നെ ഞാൻ പുറത്തേക്ക് എടുത്തു. 4ൻ്റെ റൂട്ട് എത്രയാ? 2. അപ്പോൾ 2√2. AB കിട്ടി 2√2. ഇനി BC കാണണം. അതേപോലെ തന്നെ x1 - x2 the whole square plus y1 - y2 the whole square. 1 - -1 ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മേലെ കേട്ടോ. 1 - -1 0 - -2. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. ഓക്കെ, ദെൻ 0 - 2 -2 ആണ്. 0 - 2 ആണ്. അപ്പോൾ 0 - 2 -2 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. -2ൻ്റെ സ്ക്വയറും എന്താണ്, 4 ആണ്. അപ്പോൾ മക്കളെ 4 2 അല്ലേ, അപ്പോൾ 4 × 2. 4നെ പുറത്തെടുക്കുമ്പോൾ എന്താവും, 2 ആവും. സോ 2√2. ഇനി CD കാണണം. x1 - x2 the whole square plus y1 - y2 the whole square. അവിടെ അതേപോലെ തന്നെ -1 -3 2 -0. ഓക്കെ ഓക്കെ, ദെൻ 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. ദെൻ -1 + 3 2 കിട്ടും അല്ലേ. 3 ന്ന് 1 പോയാൽ 2. ദെൻ 2 - 0 2 ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയാ, 4 4. ഓക്കെ, സോ 2 4 2 ഉണ്ട്. 4നെ പുറത്തെടുക്കുമ്പോൾ 2√2. നമ്മളെല്ലാ സൈഡും ഇപ്പോൾ 3 സൈഡും നമുക്ക് എന്തായിട്ട് കിട്ടി, 2√2 ആയിട്ട് കിട്ടി. ഇനി DA x1 - x2 the whole square plus y1 - y2 the whole square. ദാ -3 -1 0 -2. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ -3 + 1 എത്രയാണ്, -2 ആണ്. ഇതും പ്ലസ് ആവും. ഇതെന്താണ്, 2 ആണ്. -2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 4 2 അല്ലേ. 4 2 4നെ പുറത്തെടുത്തു, 2 ആയി. 2√2. 4 sides are equal. It may be a square or rhombus. 4 സൈഡും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചെയ്ത പോലെ തന്നെ ചാമ്പ ചമേലിയർ നമ്മൾ ചെയ്തല്ലോ, അതേപോലെ തന്നെ ഇതിനും 2 ഓപ്ഷൻസ് ആണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ ഇത് സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് റോംബസ് ആയിരിക്കും. ഇനി സ്ക്വയർ ആണോ റോംബസ് ആണോ നോക്കാനും വേണ്ടിയിട്ട് ഞാൻ ഡയഗണൽസും കൂടി ചെക്ക് ചെയ്യാണ്. AC. ഓക്കെ, അപ്പോൾ x1 - x2 the whole square plus y1 - y2 the whole square. അല്ലെങ്കിൽ നോക്കിയേ, x കോർഡിനേറ്റ് സെയിം ആണ് കേട്ടോ, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടെ ചെയ്യുമ്പോൾ 0 ആയിട്ട് വരും കേട്ടോ. ഇക്വേഷനിൽ കൊടുത്താൽ അങ്ങനെ തന്നെ കിട്ടുക. -1 എന്താവും, പ്ലസ് ആവും. 1 - 1 0 ആവും കേട്ടോ. ദെൻ 2 ഇത് പ്ലസ് ആവും. 2 + 2 4. 4ൻ്റെ സ്ക്വയർ വരും 16. 16ൻ്റെ റൂട്ട് 4 വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിവിടെ ഇക്വേഷൻ എഴുതിയോണ്ട് അങ്ങനെ ചെയ്തു. ഇതിൻ്റെ എക്സും -1 ആണ്, ഇതിൻ്റെ എക്സും -1 ആണ്. ഓക്കെ, അപ്പോൾ വൈകൾ നമ്മളെ ഡിഫറൻസ് കണ്ടാലും മതി. 2 - -2. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. 2 + 2 = 4 കേട്ടോ. ഇനി ഈ ഡയഗണൽ എടുത്തു. ഓക്കെ, y കോർഡിനേറ്റ് 0 ആണ്, y കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ 1 - -3 എന്തായി, 3 ഉണ്ട് കേട്ടോ. ഓക്കെ, 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 1 + 3 = 4 എന്ന് കിട്ടും. DB കണ്ടോ, 4.
അപ്പോൾ ഡയഗണൽസ് ഈക്വൽ ആണ്. ഡയഗണൽസ് ഈക്വൽ ആയാൽ അതെന്തായി? സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് പറയാം ABCD ഈസ് എ സ്ക്വയർ. ABCD ഈസ് എ സ്ക്വയർ. ABCD എന്താണ്? സ്ക്വയർ ആണ്. അടുത്തത് -3 5 3 1 0 3 -1 -4. റെക്ടാംഗിൾ ഞാൻ വരച്ചു. ആദ്യം നമ്മൾ AB കാണുകയാണ്. x1 - x2 the whole square plus y1 - y2 the whole square. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുത്തു കേട്ടോ. നോക്കിക്കോ 3 - -3 1 - 5. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആകും. അപ്പോൾ 3 3 6ആയി. 1 5 പോയാൽ -4. 6ന്റെ സ്ക്വയർ 36 ആണ്. 4ന്റെ സ്ക്വയർ 16 ആണ്. 36ക്ക് 16 കൂട്ടിയാൽ 6 6 12 3 1 4 1 5 റൂട്ട് 52 എന്ന് കിട്ടും. ദെൻ CB കാണാൻ പോവാണ്. അതേപോലെ തന്നെ 3 - 0 1 - 3. 3 - 0 3 ആണ്. 1 - 3 -2 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. 9 + 4 13 ആണ്. ഓക്കെ, ദെൻ അടുത്തത് CD കാണാൻ പോവാണ്. 0 - -1 3 - -4. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. 0 + 1 1 ആണ്. 3 + 4 7 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. 7ന്റെ സ്ക്വയർ 49 ആണ്. 49 + 1 50 ആണ്. സോ ഇതിൽ ഓപ്പോസിറ്റ് സൈഡ്സ് നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടില്ല? ഈക്വൽ ആയിട്ട് കിട്ടില്ല. നമ്മൾ പറഞ്ഞു റെക്ടാംഗിൾ, സ്ക്വയർ, പാരലോഗ്രാം ഇതൊക്കെയാണ് നമുക്ക് ഈ കോർഡിനേറ്റ് ജോമെട്രി വെച്ചിട്ട് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഓപ്പോസിറ്റ് സൈഡ് എന്തായിട്ട് വരുന്നില്ല? ഈക്വൽ ആയിട്ട് വരുന്നില്ല. ഓക്കെ, പിന്നെ അടുത്ത കണ്ടീഷൻ നമുക്ക് വേറെയും വരുന്നുണ്ട് കേട്ടോ. ട്രപ്പീസിയം വരുന്നുണ്ട്, ഐസോസിലസ് ട്രപ്പീസിയം വരുന്നുണ്ട്. ട്രപ്പീസിയത്തിന് നമുക്ക് ഈ എന്താ പറയുക, പാരലൽ ആണെന്നൊക്കെ തെളിയിക്കണം. അതിന് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എന്തായിട്ട് കിട്ടണം? പാരലൽ ആയിട്ട് കിട്ടണം. നമുക്ക് ഈ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചുകൊണ്ട് പാരലൽ തെളിയിക്കുന്ന കണ്ടീഷൻ നമ്മുടെ കയ്യിൽ ഇല്ല ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രപ്പീസിയം ഒന്നും നോക്കാത്തത് കേട്ടോ. ഓക്കെ, പാരലൽ ആണ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ വേണം, അല്ലെങ്കിൽ സ്ലോപ്പ് അറിയണം. സ്ലോപ്പ് മീൻസ് ആംഗിൾ കിട്ടണം. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സൈഡുകൾ വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന 4 ക്വാഡ്രിലാറ്ററൽ ഏതൊക്കെയാണ്? റെക്ടാംഗിൾ, പാരലോഗ്രാം, സ്ക്വയർ, റോംബസ്. ഇവിടെ നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുമോ? ഇല്ല. AB 52 ആണ്. എവിടെ AB 52 ആണ് ഈ സൈഡ്. ഇത് റൂട്ട് 50 ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ നമ്മൾ നോക്കുകയാണ്. ഇതും അതേപോലെ തന്നെ ഞാനൊരു ചിത്രം വരച്ചു. ആദ്യം ഞാൻ AB കാണുകയാണ്. 7 - 4 6 - 5 x1 - x2 7 - 3 6 - 5. 7 ന്ന് 4 പോയാൽ A - 3 അല്ല, A - 4 കേട്ടോ. 7 ന്ന് 4 പോയാൽ 3 കിട്ടും. 6 ന്ന് 5 പോയാൽ 1 കിട്ടും. 3ന്റെ സ്ക്വയർ 9 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. റൂട്ട് 10. അടുത്ത ഞാൻ BC കാണാൻ പോവാണ്. 7 - 4 ഇങ്ങനെ കൊടുത്തു. 7 - 4 6 - 3. 7 ന്ന് 4 പോയാൽ 3 ആണ്. 6 ന്ന് 3 പോയാൽ 3 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 2 9 ഉണ്ട്. അപ്പോൾ 9 × 2. ഈ 9നെ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്തായി? റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ റൂട്ട് കാണണം. 9ന്റെ റൂട്ട് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 √2 എന്ന് കിട്ടും. അടുത്ത ഞാൻ CD കാണാൻ പോവാണ്. അതും അതേപോലെ തന്നെ 4 - 1 3 - 2 കൊടുത്തു. 4 - 1 3 - 2 കൊടുത്തു. 4 ന്ന് 1 പോയാൽ 3 ആണ്. 3 ന്ന് 1 പോയാൽ 2 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. 9 1 റൂട്ട് 10 ആണ്. ഇനി 3 സൈഡ് കണ്ടു. നാലാമത്തെ D കാണാൻ പോവാണ്. അത് അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ കൊടുത്തു. 4 - 1 5 - 2. 4 ന്ന് 1 പോയാൽ 3 ആണ്. 5 ന്ന് 2 പോയാൽ 3 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 9 രണ്ടെണ്ണം ഉണ്ട്. 9 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഒരു 9നെ ഞാൻ പുറത്തേക്ക് എടുത്തു. 9ന്റെ റൂട്ട് 3 ആണ്. 3 √2. അപ്പോൾ നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടിട്ടോ. AB റൂട്ട് 10 CD റൂട്ട് 10 BC 3 √2 DA 3 √2. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് റെക്ടാംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ പാരലോഗ്രാം ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെക്ടാംഗിൾ ആണോ പാരലോഗ്രാം ആണോ ചെക്ക് ചെയ്യാൻ ഡയഗണൽസിന്റെ ലെങ്ത് കാണണം. എന്തിന്റെ ലെങ്ത് കാണണം? ഡയഗണൽസ്, വികർണങ്ങൾ കാണണം. വികർണങ്ങൾ ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? റെക്ടാംഗിൾ ആയിരിക്കും. ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? പാരലോഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പൊ AC ഞാൻ ആദ്യം കാണുന്നത് കേട്ടോ. AC കാണുമ്പോൾ നോക്കിയാൽ അതിന്റെ X കോർഡിനേറ്റ് സെയിം ആണ്. ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പോൾ Y കോർഡിനേറ്റ് തമ്മിലുള്ള വ്യത്യാസം 5 - 3.
5 3 പോയാൽ 2. അപ്പോൾ AC 2 കിട്ടി കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ വരച്ചതൊക്കെ ഒന്ന് മായ്ക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ ഇനി ഒന്നും കാണൂല ചിലപ്പോൾ. ഇനി അടുത്തത് DB കാണണം. ഓക്കെ, DB കാണാൻ നമുക്ക് ഇക്വേഷൻ തന്നെ വേണം, കാരണം DBയിൽ ഒന്നും സെയിം ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ x1 - x2 അത് കൊടുത്തു. 7 - 1 6 - 2. 7 1 പോയാൽ എത്രയാണ്? 6 ആണ്. 6 2 പോയാൽ എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ 6 4. 6ന്റെ സ്ക്വയർ 36 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. 36 16 52 ആണ്. ഡയഗണൽസ് സെയിം ആണോ? അല്ല, ഡയഗണൽസ് സെയിം അല്ല. സോ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ. ഫസ്റ്റത്തെ ഡയഗണൽ 2, രണ്ടാമത്തെ ഡയഗണൽ √52 ആണ്. അപ്പോൾ ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ, therefore ABCD is a പാരലോഗ്രാം. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നു കഴിഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചിട്ട് റെക്ടാംഗിൾ ആണോ, സ്ക്വയർ ആണോ, പാരലോഗ്രാം ആണോ, റോംബസ് ആണോ? ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാലും 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ റെക്ടാംഗിൾ ആവാം അല്ലെങ്കിൽ പാരലോഗ്രാം ആവാം. ഇനി റെക്ടാംഗിൾ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ റെക്ടാംഗിൾ ആണ്, അല്ലെങ്കിൽ അതൊരു പാരലോഗ്രാം ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ റോംബസിനും എല്ലാ സൈഡും ഈക്വൽ ആയാൽ ഒന്നെങ്കിൽ റോംബസ് ആകും, അല്ലെങ്കിലോ അതൊരു സ്ക്വയർ ആകും. ഇനി സ്ക്വയർ ആണോ റോംബസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അതൊരു സ്ക്വയർ ആയിരിക്കും. ഇനി ഡയഗണൽസ് ഈക്വൽ അല്ലെങ്കിൽ അതൊരു റോംബസ് ആയിരിക്കും. ഓക്കെ, ഡയഗണൽ വെച്ചിട്ടാണ് റോംബസ് ആണോ, സ്ക്വയർ ആണോ, പാരലോഗ്രാം ആണോ, റെക്ടാംഗിൾ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ.